ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പച്ചക്കറി വിളവെടുപ്പാണ്. കണ്ടോ, നല്ല മുട്ട വഴുതനങ്ങ, മുട്ട പോലെ ഇരിക്കും. തക്കാളി, പയറ്, ചെറിയ തക്കാളിയാണ്. ഇത് വഴുതനയ്ക്ക് ഇലയിലെല്ലാം ഹോള് പോലെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ മഞ്ഞൾപ്പൊടി, അരി കഴുകിയ വെള്ളവും പുളിച്ച കഞ്ഞിവെള്ളമോട് ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ എപ്സം സാൾട്ട് കൂടി ഇട്ട് സ്പ്രേ ചെയ്തു. എപ്സം സാൾട്ട്, മഞ്ഞൾപ്പൊടി, പുളിച്ച കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം ഇതെല്ലാം അവിടെ കൂട്ടി സ്പ്രേ ചെയ്തു. കുറവുണ്ട് കേട്ടോ, തീർത്ത് മാറിയില്ല. ഇത് നല്ല ഉണ്ട വഴുതനയാണ്. കണ്ടോ, നല്ല മുട്ട പോലെ ഇരിക്കുന്നു. പിന്നെ മുരിങ്ങയില എടുത്തു, ചീരച്ചേമ്പല, അതും തണ്ടും താളും ഇല എല്ലാടെ കറി വെക്കാമെന്ന് അതും എടുത്തു. കണ്ടോ, ചീരച്ചേമ്പ്. ഇത് മുരിങ്ങയില, ആദ്യമായിട്ട് മുരിങ്ങയില എടുക്കുകയാണ്. ചെടി മുരിങ്ങയിലയാണ് എടുത്തത്. നമ്മൾ വിത്ത് നട്ട് ഉണ്ടാക്കിയതാണ്. ചെടി മുരിങ്ങ, ചീരച്ചേമ്പ്, അതിൻ്റെ ഇലയും തണ്ടും എല്ലാം എടുത്തു. അങ്ങനെ ഇന്ന് കുശാലായിട്ട് നല്ലൊരു കറി വെച്ചു. മുരിങ്ങയിലും ചീരച്ചേമ്പോട് ഇലയുടെ ഒരുമിച്ച് കറി വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മയമുണ്ട്. കണ്ടോ, നല്ലൊരു കറി, നല്ലൊരു തോരൻ കറി വെച്ചു തേങ്ങയൊക്കെ ഇട്ട്. കണ്ടോ, മുരിങ്ങ കണ്ടോ, പ്രൂണിങ് ചെയ്തു. ഇനി പെട്ടെന്ന് മുളച്ച് വരും, ബുഷിയായിട്ട് നിർത്താൻ. ഇവിടെ ചീരച്ചേമ്പ് കണ്ടോ, ഉണ്ട വഴുതന, മുട്ട വഴുതന, നല്ല കളർ കണ്ടോ, വയലറ്റ് കളർ. തക്കാളി എടുത്തു, കണ്ടോ, നല്ല വെളുത്ത തക്കാളിക്ക് പഴുത്ത് വരുന്നുണ്ട്. ചെറിയ തക്കാളിയെ നല്ല രസമല്ലേ കാണാൻ. ഇത് പഴുക്കാറാകുമ്പോഴത്തേനും നല്ല പച്ച കളർ വരും. ഇപ്പം വെള്ള കളർ, എന്നിട്ട് മഞ്ഞ കളർ വന്ന് പഴുക്കും. ഉണ്ടാവും മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന പോലെ. ഇതിൻ്റെ നല്ല പൂവ് കേടിച്ചിട്ട് കുറഞ്ഞു. എല്ലാം പുഴു വന്ന് ഇലയെല്ലാം തുളച്ച് വെച്ചേക്കുമായിരുന്നു. ഹാള് വന്ന് കിടക്കുമായിരുന്നു. ബീൻസ്, പയർ, വഴുതനങ്ങ, തക്കാളി ഒക്കെ കിട്ടി. ഇത് ടെറസയിലാണ് വെച്ചേക്കുന്നത്. ഇക്കോത്രൈവിൻ്റെ പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചേക്കുന്നത്. എയർപോർട്ടിൽ നട്ടേക്കുവാണ്. സാമ്പാറിനകത്ത് ഇടയിലാണ്. നല്ല രസമല്ലേ വെള്ള വഴുതനങ്ങ കാണാൻ. ചെറിയ വഴുതനങ്ങയാണ്, ചെറിയ തക്കാളി കണ്ടോ, എല്ലാം പഴുത്ത് വരുന്നുണ്ടോ. എല്ലാം പറിച്ചേക്കാം. കുറേ നട്ടിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വിത്ത് മേടിച്ച് നട്ടാണേ. കണ്ടോ, അവിടെയൊക്കെ കണ്ട ഇലയ്ക്ക് ഹോള് വന്നേക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മഞ്ഞളും എപ്സം സാൾട്ടും എല്ലാടെ പുളിച്ച കഞ്ഞി വെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്തു.
ആദ്യമായിട്ട് മഴ പെയ്ത് ഇടി മുഴങ്ങുന്ന കേട്ടോ. ഇത് സാമ്പാറിന് കഷ്ണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത് കിട്ടുന്ന വഴുതനങ്ങ കൊടുവ. ഇത് നല്ല മുട്ട വഴുതനങ്ങ. ഞങ്ങളിതിന് വളമായിട്ട് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തു, മണ്ണിളക്കി കൊടുത്തു, പിന്നെ ചാണകപ്പൊടി ഇട്ടു, പിന്നെ ജൈവ സ്ലറി പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു, വിഷാമിനോ സ്പ്രേ ചെയ്തു. നീല വഴുതനങ്ങയ്ക്ക് വയലറ്റ് പൂവാണ്. മറ്റേ വെള്ള വഴുതനങ്ങയ്ക്ക് ഇളം വയലറ്റ് പൂ. അങ്ങനെ ആദ്യമായി ടെറസിൽ പച്ചക്കറി നടുകയാണ്. കണ്ടോ, എയർപോർട്ടിലാണ് നട്ടേക്കുന്നത് കണ്ടോ. മൂന്ന് സൈസ് വഴുതനങ്ങ ഉണ്ട്. ഒന്ന് വെള്ള, ഒന്ന് വയലറ്റ്, ഒന്ന് ഈ കളർ. ആദ്യമേ തന്നെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്തു. കണ്ടോ, ഹോള് കണ്ടോ, ഇലയെല്ലാം തിന്നേക്കുന്നുണ്ട് പുഴു. അങ്ങനെ ഇത്രയും പച്ചക്കറി കിട്ടി. ഇതെല്ലാം സാമ്പാറിനകത്തിടാം. മറ്റേ നമുക്ക് ചീരച്ചേമ്പലയും താളും എല്ലാം അവിടെ തോരൻ വെക്കാം, മുരിങ്ങയിലയെല്ലാം. ഇവിടെ വന്നപ്പം കേടൊക്കെ കുറഞ്ഞു. കുറേ വഴുതന നട്ടിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വഴുതനങ്ങക്കറി വെക്കാമല്ലോ എന്ന് ഓർത്തേ. ഇടയ്ക്ക് തക്കാളിയുണ്ട്, ബീൻസ് പയറുണ്ട്, ഇതെല്ലാം നട്ടിട്ടുണ്ട്. രാവിലെയും വൈകിട്ട് എന്നും വെള്ളം ഒഴിക്കും. കണ്ടോ മാറ്റം കണ്ടോ, സ്പ്രേ ചെയ്തപ്പോൾ, എല്ലാം മരുന്ന് സ്പ്രേ ചെയ്തപ്പോൾ. എന്നും നോക്കണേ, ഇലയുടെ അടിയിലൊക്കെ നോക്കണം, പുഴു വല്ലതും ഉണ്ടോയെന്നുണ്ടെങ്കിൽ പിടിച്ചു കൊല്ലണം. ഞാനിവിടെ എല്ലാത്തിലും സ്പ്രേ ചെയ്യുന്നു കണ്ടോ. ഇത് മഞ്ഞൾപ്പൊടിയും സാൾട്ടും അരി കഴുകിയ വെള്ളത്തോടാണേ. ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കണ്ടോ. ഇതാണ് എപ്സം സാൾട്ട്.
സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്യാം. മഞ്ഞപ്പൊടി, അരികഴുകിയ വെള്ളം എല്ലാം ഇട്ട് എടുത്തു. ഇത് 500 മില്ലിയാണ്. അപ്പോൾ 2 ഇരട്ടി എടുക്കണം. ഇതുപോലെ ഒരു കുപ്പിയുടെ എടുക്കണം. ഇലയുടെ അടിഭാഗത്തെല്ലാം തളിക്കാം. നമുക്ക് മുളകിനും തളിക്കാം. ഞാനിവിടെ എല്ലാം കൂട്ടി അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണ്. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്തു. അത് ഒരു കുടം വെളുത്തുള്ളി, 2 പച്ചമുളകും, വേപ്പെണ്ണയും സോപ്പ് വെള്ളം എല്ലാം കൂടെ കൂട്ടി ലിക്വിഡ് രൂപത്തിലാക്കി സ്പ്രേ ചെയ്തു. പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി നല്ലതാണ്, പെട്ടെന്ന് വളരും. കണ്ടോ, ഇങ്ങനെയാണ് അരി കഴുകിയ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു. എന്നിട്ട് എപ്സം സാൾട്ടോടെ ഒഴിച്ചു. എപ്സം സാൾട്ടോടെ ഇട്ടു. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, നല്ല മുരിങ്ങയിലക്കറി ഉണ്ടാക്കി. മുരിങ്ങയിലും ചേമ്പലിയുടെയാണ്, ചീരച്ചേമ്പലിയും അതിൻ്റെ തണ്ടും എല്ലാടെയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. സാമ്പാറിലും ഇട്ട് മറ്റേ തോരനും വെച്ചു.